ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് LSS ക്ലാസ് 30 ആണ് കേട്ടോ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ദേശീയ പതാകയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ദേശീയ പതാക. അപ്പോൾ നമ്മൾ ദേശീയ പതാകയിൽ ഏറ്റവും മുകളിലുള്ള കളറാണ് കുങ്കുമം. ഇനി നടുവിലുള്ളത് വെള്ളയാണ്. അതിൻ്റെ ഉള്ളിൽ അശോക ചക്രമുണ്ട്. അശോക ചക്രത്തിൽ 24 ആരക്കാലുകളുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും താഴെയുള്ള നിറം പച്ചയാണ് കേട്ടോ. ഈ മൂന്ന് കളറുകളാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് ദേശീയ പതാകയുടെ അടിസ്ഥാന വിവരങ്ങളാണ് കേട്ടോ. അടിസ്ഥാന വിവരങ്ങൾ. അപ്പോൾ ഇന്ത്യൻ ദേശീയ പതാകയുടെ പേര് ത്രിവർണ്ണ പതാക എന്നാണ് കേട്ടോ. ഇന്ത്യൻ ദേശീയ പതാകയുടെ യഥാർത്ഥ പേര് ത്രിവർണ്ണ പതാക എന്നാണ്. പിന്നെ ത്രിവർണ്ണ പതാകയുടെ അളവ് 3:2 ആണ് കേട്ടോ. 3:2. ബ്രാക്കറ്റിൽ നീളം പ്ലസ് വീതിയാണ് കേട്ടോ. നീളവും വീതിയുമാണ്. നീളം 3 ആണെങ്കിൽ വീതി 2, അങ്ങനെയാണ് കേട്ടോ. ഇനി രൂപകൽപ്പന ചെയ്തത് ഇന്ത്യൻ ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയാണ്. ഇന്ത്യൻ ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്തത്. ഇനി ഇന്ത്യൻ ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ് കേട്ടോ. 1947 ജൂലൈ 22-നാണ് ത്രിവർണ്ണ പതാക അംഗീകരിച്ചത്. ഇനി അടുത്തത് ഏറ്റവും ലാസ്റ്റത്തെ പോയിൻ്റ്, നിർമ്മാണം ഖാദിയിൽ വെച്ചാണ്. ഖാദി ബ്രാക്കറ്റിൽ ഫ്ലുബിനും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫുബ്ലി. ഇനി നമ്മൾ നോക്കുന്നത് അശോക ചക്രത്തെക്കുറിച്ചാണ്. അശോക ചക്രത്തിൻ്റെ 24 ആരക്കല്ലുകളുണ്ട്. 24 ആരക്കാലുകൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കളറ് ബ്ലൂ ആണ്. വെറും ബ്ലൂ അല്ല, നേവി ബ്ലൂ ആണ് അതിൻ്റെ ഉള്ളിലുള്ള നിറം. അശോക ചക്രത്തിൻ്റെ നീളം. അശോക ചക്രത്തിൻ്റെ അർത്ഥം 24 ആരക്കാലുണ്ട് കേട്ടോ. അർത്ഥം പറയുന്നത് ധർമ്മം, പുരോഗതി. അതാണ് അശോക ചക്രത്തിൻ്റെ അർത്ഥം. ഇനി ത്രിവർണ്ണ പതാകയിലെ നിറങ്ങളുടെ അർത്ഥമാണ് കേട്ടോ. ഓരോ കുങ്കുമം, വെള്ള, പച്ച ഉണ്ടല്ലോ, അതിൻ്റെ മൂന്നിൻ്റെ അർത്ഥമാണ് നോക്കുന്നത്. ഇനി കുങ്കുമം സൂചിപ്പിക്കുന്നത് ധൈര്യവും ത്യാഗവുമാണ് കേട്ടോ. ഇനി വെള്ള സൂചിപ്പിക്കുന്നത് സത്യം, സമാധാനം, പരിശുദ്ധി. ഈ പച്ച സൂചിപ്പിക്കുന്നത് സമൃദ്ധി, ഫലപുഷ്ടി, വിശ്വാസം എന്നിവയാണ്. ഇനി ചരിത്രപരമായ വിവരങ്ങളാണ് നോക്കുന്നത്. ചരിത്രപരമായ വിവരങ്ങൾ. ആദ്യമായി വിദേശത്ത് ത്രിവർണ്ണ പതാക ഉയർത്തിയത് ആരാ ചോദിച്ചാൽ മാഡം ഭിക്കാജി കാമയാണ്. 1907 ജർമ്മനിക്കാരിയാണ്. 1907 ത്രിവർണ്ണ പതാക ആദ്യമായി വിദേശത്ത് ഉയർത്തിയത്. അത് ജർമ്മനിക്കാരിയാണ് കേട്ടോ ഉയർത്തിയത്. ഇനി ഈ ഭരണഘടനാ സമിതി അംഗീകരിച്ചതും 1947 ജൂലൈ 22 തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് ദേശീയ പതാകയെ ബഹുമാനിക്കുക എന്നും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ LSS ക്ലാസ് 30 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെൽ ബട്ടനും അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.